എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ UN പറ്റിയാണ് പഠിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. UN സംബന്ധിച്ചുള്ള MCQ ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ UN ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ? അതായത് UN ഹ്യൂമൻ റൈറ്റ് കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണെന്നാണ്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ടു ഓവർസീ ഗ്ലോബൽ ട്രേഡ് എഗ്രിമെൻറ്റ്സ്. അടുത്തത് ടു മോണിറ്റർ ആൻഡ് അഡ്രസ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്. മൂന്നാമത്തത് ടു മാനേജ് പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ. നാലാമത്തെ ഓപ്ഷൻ ടു പ്രൊമോട്ട് ടൂറിസം. അപ്പോൾ ഇവിടെ ശരി ഉത്തരമായിട്ട് എന്താണെന്ന് നോക്കാം. ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ടു മോണിറ്റർ ആൻഡ് അഡ്രസ്. ശരിയുത്തരം വരുന്നത് ഏതാണ്? ടു മോണിറ്റർ ആൻഡ് അഡ്രസ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് എന്നതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. അപ്പം വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ UN ഹ്യൂമൻ റൈറ്റ് കൗൺസിലാണ് ടു മോണിറ്റർ ആൻഡ് അഡ്രസ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ UN പ്രൈമറി ഏജൻസി ഡീലിംഗ് വിത്ത് റെഫ്യൂജീസ്? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? UN പ്രൈമറി ഏജൻസി ഫോർ ഡീലിംഗ് വിത്ത് റെഫ്യൂജീസ്, അതായത് അഭയാർത്ഥികളുമായിട്ട് ഡീൽ ചെയ്യുന്ന UN പ്രൈമറി ഏജൻസി ഏതെന്നാണ് ചോദ്യം നമ്മളോട്. ഓപ്ഷൻസ് WHO, UNICEF, UNHCR, FAO. ഈ 4 ഓപ്ഷൻസാണ് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഗസ് ചെയ്യുക, ഏതായിരിക്കും പ്രൈമറി ഏജൻസി ഡീലിംഗ് വിത്ത് റെഫ്യൂജീസ്, അഭയാർത്ഥികളുമായിട്ട് ബന്ധം വരുന്ന ഓപ്ഷൻസ് ഇതിൽ ഏത് വരാനാണ് സാധ്യത? ആൻസർ UNHCR ആണ്. UNHCR ആണ് അഭയാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈമറി ഏജൻസി. അടുത്ത ചോദ്യം നോക്കാം. യുണൈറ്റഡ് നേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് UN എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1919, 1939, 1945, 1955. ഏത് വർഷമാണ് UN എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1945 നമുക്കറിയാം അല്ലേ. അപ്പോൾ എൻ്റെ ശരിയുത്തരം വരുന്നത് 1945 ആണ്. അടുത്ത ചോദ്യം, ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദി ഫോളോവിങ് എക്സെപ്റ്റ്? അതായത് തന്നിരിക്കുന്ന കുറച്ച് ലാംഗ്വേജസ് ഉണ്ട്, അതിൽ കുറച്ച് ഭാഷകൾ UN ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം UN ഒഫീഷ്യൽ ലാംഗ്വേജ് പഠിക്കുന്നതിന് നമുക്കൊരു കോഡുണ്ട്. ആ കോഡാണ് ഫ്രസ്ക എന്ന് പറയുന്നത്. FRESCA, ഫ്രസ്ക. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. അപ്പോൾ ഇതിൽ വരാത്തത് ഏതാണ്? ഓപ്ഷൻ C ആണ്. ഹിന്ദിയാണ് ഇവിടെ നമുക്ക് ശരിയുത്തരമായിട്ട് വരുന്നത്. ആൻസർ ഹിന്ദി. അടുത്ത ചോദ്യം, വിച്ച് UN ഏജൻസി ഫോക്കസസ് ഓൺ ചിൽഡ്രൻസ് റൈറ്റ് ആൻഡ് വെൽഫെയർ? കുട്ടികളുടെ റൈറ്റിനും അതുപോലെ തന്നെ വെൽഫെയറിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള UN ഏജൻസി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. UNDP, UNICEF, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, UNCTAD. ഇതിലേതാണ് കുട്ടികൾക്ക് വേണ്ടി വരുന്നത്? കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാണ്? ആൻസർ UNICEF ആണ്. UNICEF ആണ് കുട്ടികളുടെ ഏജൻസി ആയിട്ട് വരുന്നത്. UNICEF. ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ ടേം ലെങ്ത് ഓഫ് എ നോൺ പെർമനൻറ്റ് മെമ്പർ ഓഫ് എ UN സെക്യൂരിറ്റി കൗൺസിൽ? ഒരു UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു നോൺ പെർമനൻറ്റ് മെമ്പർ, അതായത് താൽക്കാലിക മെമ്പർ. സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിര മെമ്പർമാരുമുണ്ട്. താൽക്കാലികമായിട്ട് 10 പേർക്ക് മെമ്പർഷിപ്പ് കൊടുക്കും. 5 പേർക്ക് സ്ഥിരമായിട്ടുള്ള മെമ്പർഷിപ്പും 10 പേർക്ക് താൽക്കാലിക മെമ്പർഷിപ്പുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ളവരുടെ മെമ്പർഷിപ്പ് എത്ര വർഷം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 1 ഇയർ, 2 ഇയർ, 3 ഇയർ, 4 ഇയർ. അപ്പോൾ ആൻസർ ഏതാണ്? 2 ഇയർ ആണ്. 2 വർഷമാണ് താൽക്കാലിക മെമ്പർഷിപ്പ് കൊടുക്കുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is a key function of the United Nations Educational, Scientific and Cultural Organization? യുനെസ്കോയുടെ പ്രധാനപ്പെട്ട കീ ഫംഗ്ഷൻ എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. പ്രൊവൈഡിങ് ഫുഡ് എയ്ഡ് ടു കൺഫ്ലിക്റ്റ് സോൺസ്, അതാണോ? പ്രൊമോട്ടിംഗ് ഇൻ്റർനാഷണൽ കൊളാബറേഷൻ ഇൻ എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് കൾച്ചർ, അത് സാധ്യതയുണ്ട് അല്ലേ? അടുത്തത് മോണിറ്റർ ന്യൂക്ലിയർ എനർജി യൂസ്, അതാണോ? അത് വരില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വരാത്തതൊക്കെ എലിമിനേറ്റ് ചെയ്യാം. ഓർഗനൈസിങ് പീസ് കീപ്പിംഗ് മിഷൻസ്, അതാണോ? അല്ല. അപ്പം ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പ്രൊമോട്ടിംഗ് ഇൻ്റർനാഷണൽ കൊലാബറേഷൻ ഇൻ എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് കൾച്ചർ എന്നതാണ് യുനെസ്കോയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത്, UN-ൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഏത് സിറ്റിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ജനീവ ഉണ്ട്, പാരീസ് ഉണ്ട്, ന്യൂയോർക്ക് സിറ്റി ഉണ്ട്, ലണ്ടൻ ഉണ്ട്. അപ്പോൾ എവിടെയാണ് UN-ൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ന്യൂയോർക്ക് സിറ്റിയിലാണ് UN-ൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അടുത്ത ചോദ്യം. വിച്ച് UN ഓർഗൻ ഹാസ് ദ പവർ ടു ഇഷ്യൂ റെസൊല്യൂഷൻ ദാറ്റ് മെമ്പർ സ്റ്റേറ്റ് ആർ ലീഗലി ഒബ്ലിഗ് ടു ഫോളോ? വിച്ച് UN ഓർഗൻ ഹാസ് ദ പവർ ടു ഇഷ്യൂ റെസൊല്യൂഷൻസ്? ഏത് UN ഓർഗനൈസേഷനാണ് റെസൊല്യൂഷൻസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ ഉള്ളത്? ഓപ്ഷൻസ് നോക്കാം. എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണോ, സെക്യൂരിറ്റി കൗൺസിലാണോ, ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണോ, ജനറൽ അസംബ്ലിക്കാണോ? ഇതിൽ ഇഷ്യൂ റെസൊല്യൂഷൻസ് എന്ന ടേം നമ്മൾ പ്രത്യേകം നോക്കുക. അപ്പോൾ ഈ റെസൊല്യൂഷൻസ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഉള്ളത് ആർക്കാണ്? ഓപ്ഷൻ ബി ആണ്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആരാണ്? സെക്യൂരിറ്റി കൗൺസിലാണ് അല്ലേ? അപ്പോൾ അവർക്കാണ് എന്ത് പവർ ഉള്ളത്? റെസൊല്യൂഷൻസ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഉള്ളത്. അപ്പോൾ ഈ ലെവലിൽ വേണം നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസിനും അതുപോലെ തന്നെ മെയിൻസിനും വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓരോ സബ്ജക്റ്റും മനസ്സിലാക്കി ആ സബ്ജക്റ്റിൻ്റെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതുപോലെ ഓർഡറായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. നോട്ട്സും എഴുതി വെക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ദി ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അഥവാ IAEA? IAEAയുടെ ഫുൾ ഫോമാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൈമറി ഫോക്കസ് എന്താണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ടു പ്രൊമോട്ട് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആണോ? അത് വരാൻ സാധ്യതയില്ല അല്ലേ? കാരണം അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റും അറ്റോമിക് എനർജിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ടു റെഗുലേറ്റ് ഗ്ലോബൽ ട്രേഡ്, അത് വരുമോ? ഇല്ല. കാരണം അറ്റോമിക് എനർജിയുമായിട്ട് ഗ്ലോബൽ ട്രേഡിന് പ്രത്യേകിച്ച് ബന്ധമൊന്നും വരാൻ സാധ്യത കാണുന്നില്ല. നെക്സ്റ്റ് വൺ, ടു എൻഷുവർ ദ സേഫ് യൂസ് ഓഫ് ന്യൂക്ലിയർ എനർജി. ഇത് നമ്മൾ കീവേഡ്സ്, അതായത് ക്വസ്റ്റ്യനിൽ നിന്നുള്ള കീവേഡ്സ് നമ്മളിവിടെ യൂസ് ചെയ്യണം. അറ്റോമിക് എനർജി, ഇവിടെ ന്യൂക്ലിയർ എനർജി. അപ്പോൾ അത് വരാൻ സാധ്യത ഉണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ കൂടെ നോക്കാം. ടു ഓവർസീ ദ ഇൻ്റർനാഷണൽ മോണിറ്ററി പോളിസി. ഇൻ്റർനാഷണൽ മോണിറ്ററി പോളിസി ഓവർസീ ചെയ്യുക. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ടു എൻഷുവർ ദ സേഫ് യൂസ് ഓഫ് ദി ന്യൂക്ലിയർ എനർജി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ഓപ്ഷൻസിൽ ഉള്ള കീ വേർഡ്സ് ആണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യുണൈറ്റഡ് നേഷൻ ബ്ലൂ ഹെൽമെറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത്. UN-ൻ്റെ ബ്ലൂ ഹെൽമെറ്റ് എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, പീസ് കീപ്പിംഗ് ഫോഴ്സസ്, എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ഇതിൽ ബ്ലൂ ഹെൽമെറ്റ് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. പീസ് കീപ്പിംഗ് ഫോഴ്സസ് ആണ് UN-ൻ്റെ ബ്ലൂ ഹെൽമെറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ബ്ലൂ ഹെൽമെറ്റ്, പീസ് കീപ്പിംഗ് ഫോഴ്സസ്. ഓക്കെ, അടുത്ത ചോദ്യം. UN കുറച്ച് ഗോൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? 2030
2030 അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് UN കുറച്ച് ഗോൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗോൾസിനെ പറയുന്ന പേരാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. UNൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഒരു 17 ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയാണ് 169 ടാർജറ്റും UN സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ഗോൾസിനും ഓരോ നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ SDG 13 ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 13 എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ അതാണോ, അതോ ക്ലൈമറ്റ് ആക്ഷൻ ആണോ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണോ, ജെൻഡർ ഇക്വാലിറ്റി ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതാണ് SDG നമ്പർ 13 വരുന്നത്? ക്ലൈമറ്റ് ആക്ഷൻ ആണ് 13. എഡ്യൂക്കേഷൻ വരുന്നത് 4 ആണ്. ജെൻഡർ ഇക്വാലിറ്റി വരുന്നത് 5 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ SDGനെ പറ്റിയിട്ട് പഠിച്ച് വെക്കേണ്ടത്. അപ്പോൾ SDG 13 എത്രയാണ്? SDG 13 എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആക്ഷനാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് MDGs വെയർ സക്സീഡഡ് ബൈ വിച്ച് ഇനിഷ്യേറ്റീവ്? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ് 2015 മുതൽ 2030 വരെ UN ലക്ഷ്യം വെക്കുന്നത്, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് ഓരോ 15 വർഷം ഓരോ ഗോളാണ്. അപ്പോൾ 2000 മുതൽ 2015 വരെ 2000 മുതൽ 2015 വരെ ഉണ്ടായിരുന്ന ഗോൾസാണ് എന്തെന്ന് പറയുന്നത്? മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. അതിനുശേഷം 2015 മുതൽ 2030 വരെയാണ് എന്തുള്ളത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉള്ളത്. അപ്പം മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിന് ശേഷം എന്താണ് പഠിക്കാനുള്ളത്? നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ്. അപ്പോൾ അതാണ് ചോദ്യത്തിൽ നമ്മൾ ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത്. MDGക്ക് ശേഷം എന്ത് ഇനിഷ്യേറ്റീവാണ് UN എടുത്തിട്ടുള്ളത്? അതാണ് SDG സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അടുത്തത്, UNൻ്റെ സെക്രട്ടറി ജനറൽ ആകാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ള ആരായിരിക്കും UNൻ്റെ സെക്രട്ടറി ജനറൽ ആകാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കാം. എനി സിറ്റിസൺസ് ഓഫ് എനി UN മെമ്പർ സ്റ്റേറ്റ്, അത് വരുമോ? അടുത്തത്, only citizens of the permanent member of the Security Council. സെക്യൂരിറ്റി കൗൺസിൽ ആകെ 5 മെമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് മാത്രമേ എടുക്കത്തുള്ളതാണ് ഈ ഓപ്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, only individuals with prior UN experience. നെക്സ്റ്റ് വൺ, only former head of state. ഓക്കെ, അപ്പോൾ ഈ 4 ഓപ്ഷൻസിലും ഏതാണ് വരാൻ സാധ്യതയുള്ളത്? UN സെക്രട്ടറി ജനറൽ ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ആരാണ്? ഓപ്ഷൻ എ ആണല്ലേ, എനി സിറ്റിസൺസ് ഓഫ് എ UN മെമ്പർ സ്റ്റേറ്റ്, അതാണ് ശരി ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എനി സിറ്റിസൺ ഓഫ് എ UN മെമ്പർ സ്റ്റേറ്റ് ആണ് UNൻ്റെ സെക്രട്ടറി ജനറൽ ആവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ICJ, അതായത് UN ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അപ്പോൾ ഇത് എവിടെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻസ് നോക്കാം. ന്യൂയോർക്ക്, വിയന്ന, ഹേഗ്, ബ്രസൽസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണെന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ്, ഹേഗാണ്. സ്വിറ്റ്സർലൻഡിലെ ഹേഗാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 15 ചോദ്യങ്ങൾ നമ്മൾ ഇന്നിവിടെ പഠിച്ചു. അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഒന്ന് വേഗത്തിൽ ഒന്ന് റിവൈസ് ചെയ്യാം. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ UN ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ? എന്താണ്? ടു മോണിറ്റർ ആൻഡ് അഡ്രസ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ UN പ്രൈമറി ഏജൻസി ഫോർ ഡീലിംഗ് വിത്ത് റെഫ്യൂജീസ്? റെഫ്യൂജീസായിട്ട് ബന്ധപ്പെട്ടുള്ളത് UNHCR ആണ്. യുണൈറ്റഡ് നേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? ആൻസർ 1945 ആണ്.
ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻ ഇൻക്ലൂഡ് ഓൾ ഓഫ് ദി ഫോളോവിങ് എക്സെപ്റ്റ് എന്താണ് ഇതിൽ ഉൾപ്പെടാത്തത്, ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലാത്തത് ഹിന്ദിയാണ്. വിച്ച് യു എൻ ഏജൻസി ഫോക്കസസ് ഓൺ ചിൽഡ്രൻസ് റൈറ്റ് ആൻഡ് വെൽഫെയർ, ചിൽഡ്രൻസിൻ്റെ റൈറ്റും അതുപോലെ തന്നെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് യൂണിസെഫ് ആണ്. വാട്ട് ഈസ് ദ ടേം ഫോർ എ നോൺ പെർമനൻറ്റ് മെമ്പർ ഓഫ് ദ UN സെക്യൂരിറ്റി കൗൺസിൽ, UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നോൺ പെർമനൻറ്റ് മെമ്പറിൻ്റെ കാലാവധി 2 വർഷമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫംഗ്ഷൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, യുനെസ്കോ. അതെന്ന് പറയുന്നത് യുനെസ്കോയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ടിംഗ് ഇൻ്റർനാഷണൽ കൊലാബറേഷൻ ഇൻ എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് കൾച്ചറാണ്. അടുത്ത UN ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ഏത് സിറ്റിയിലാണ് ഉള്ളത്? ആൻസർ ന്യൂയോർക്ക് സിറ്റിയാണ്. വിച്ച് UN ഓർഗൻ ഹാസ് ദ പവർ ടു ഇഷ്യൂ റെസൊല്യൂഷൻസ് ദാറ്റ് മെമ്പർ സ്റ്റേറ്റ് ആർ ലീഗലി ഒബ്ലിഗ് ടു ഫോളോ? ആൻസർ എന്താണ് വരുന്നത്? സെക്യൂരിറ്റി കൗൺസിലാണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ദ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, IAEA പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ടു എൻഷുവർ ദ സേഫ് യൂസ് ഓഫ് ദി ന്യൂക്ലിയർ എനർജി. അടുത്ത യുണൈറ്റഡ് നേഷൻ ബ്ലൂ ഹെൽമെറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത്, യുണൈറ്റഡ് നേഷൻസിൻ്റെ ബ്ലൂ ഹെൽമെറ്റ് എന്തുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? പീസ് കീപ്പിംഗ് ഫോഴ്സസുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസുമായിട്ട് ബന്ധമുള്ളത് SDG 13 ഏതാണ്? ക്ലൈമറ്റ് ആക്ഷനാണ്. അടുത്ത മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിന് ശേഷം വന്ന ഇനിഷ്യേറ്റീവ് എന്താണ്? UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഹു ഈസ് എലിജിബിൾ ടു ബിക്കം UN സെക്രട്ടറി ജനറൽ, UN സെക്രട്ടറി ജനറൽ ആവാൻ വേണ്ടിയിട്ട് യോഗ്യതയുള്ളത് എനി സിറ്റിസൺസ് ഓഫ് എ മെമ്പർ UN മെമ്പർ സ്റ്റേറ്റ്. അടുത്ത ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ, UN കോടതി ICJ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഹേഗാണ്. അപ്പോൾ നമുക്ക് ഇന്ന് UN പറ്റിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഡെയിലി ക്ലാസ്സുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫുൾ സിലബസ് തന്നെ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.